ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞാൻ വന്നത് എന്തിനാണ്? നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പം ഗിഫ്റ്റുകൾ ഞാൻ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആസ് എ ഡിസൈനർ നമുക്ക് കിട്ടിയ ഡ്രസ്സസും ടോയ്സും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസും, അതിനകത്ത് കൂടുതലും ഞാൻ ഡ്രസ്സസിനെ പറ്റി കുറച്ച് ബേബി കെയർ ടിപ്സും ബേബി ഷോപ്പിംഗ് ടിപ്സും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ഞാൻ ശരിക്കും നമ്മുടെ ഡ്രസ്സസും ടോയ്സും എല്ലാം ഞാൻ ഡിജോയൊക്കെ കാണിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നേ. അപ്പൊ ആ സമയത്ത് ഡിജോ പറഞ്ഞു, എന്നാ പിന്നെ നിനക്ക് ഒരു വീഡിയോ ചെയ്തൂടെ, ഈ ബേബീസിനെ ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കെയർ ആണ് നോക്കണ്ടേന്നും പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് ഐഡിയ വന്നിരിക്കുന്നത്. കുക്കിയുടെ ബർത്ത്ഡേയുടെ മുന്നേ തന്നെ കുക്കിക്ക് ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫസ്റ്റ് ക്രൈ എന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനത് കട്ട് ചെയ്യുന്ന, അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത്. ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഇല്ലെങ്കിൽ എല്ലാം ഓരോന്ന് എടുത്ത് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. കുക്കിയെ പെട്ടെന്ന് ഞാൻ അപ്പുറത്ത് മമ്മീനെയും പപ്പാനെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പൊ അവിടെ കുക്കിക്ക് മിൽക്ക് ഷേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്, പാലും പഴവും വെച്ച് അടിച്ചൊരു മിൽക്ക് ഷേക്ക്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ക്യൂട്ട് റെഡ് ഡ്രസ്സാണ്. അപ്പൊ ഈ ഡ്രസ്സിന്റെ ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇനി അങ്ങോട്ടുള്ള സെക്ഷനിൽ കാണിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കണ്ടോ ഗൈസ്, ഇതാണ് കുക്കിക്ക് കിട്ടിയ ഡ്രസ്സുകള്. അപ്പം ഓരോന്നായിട്ട് ഞാൻ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് നല്ലൊരു പേസ്റ്റൽ ടോൺ വരുന്നൊരു ഡ്രസ്സാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഒരു വൺസി പോലത്തെ ഡ്രസ്സാണ്. നല്ലൊരു കളറാണ് കേട്ടോ, ഒരു ലൈറ്റ് ടീൽ ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാണ്. ഇത് പോപ്പീസിന്റെ ബ്രാൻഡാണ്. ആക്ച്വലി പോപ്പീസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു കോളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കൊച്ചു യോക്ക് അവരൊരു പ്രിന്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റിബ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ താഴെയും ബുദ്ധിമുട്ടില്ലാതെ ഡയപ്പറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഊരണ്ട, അല്ലാതെ തന്നെ നമുക്കിതിങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കില് ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ട്. പക്ഷെ ബാക്ക് കുറച്ചും കൂടെ എന്താ പറയുന്ന ഡെപ്തിൽ അവർ ഈ ഓപ്പൺ കൊടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് എനിക്ക് തോന്നി, ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പം. കാരണം ഇത് ചെറുതല്ലേ, നമുക്ക് വാവയൊക്കെ ഇടാനും ഊരാനും ആണ് നമുക്ക് എപ്പോഴും ഈ ഒരു ഓപ്പൺ ആവശ്യം ബേബീസിന്. അതാണിത്. അപ്പൊ ഇതാണ് ആദ്യം കാണിച്ച ഫ്രോക്ക്. അപ്പൊ അതിനെ പറ്റി പറയാം. ഇത് നല്ലൊരു റെഡ് ടോണിൽ വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്ന ഒരു ഡ്രസ്സാണ്. അപ്പൊ ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല രസമാണ്. ഫുൾ സ്ലീവ് ആണ്. പിന്നെ ഇവിടെയും ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴെ സാറ്റിനും, പിന്നെ താഴെ ആണെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വൺസി പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെപ്പറേറ്റ് നമുക്ക് പാൻറ്റീസ് ഇടാതെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലതാണ്. പിന്നെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡെയിലി ആയിട്ട് ഇത്ര ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫംഗ്ഷൻ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല, ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ അത് എല്ലാം കളേഴ്സ് ഒക്കെ എല്ലാം കറക്റ്റാ. എല്ലാം സാറ്റിൻ നെറ്റും എല്ലാം ഒരേപോലത്തെ കളേഴ്സാ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് മാർക്ക് ആൻഡ് മിയ എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ അതിന്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ബാക്ക് എന്ന് പറയുന്ന ബാക്കിലും ഇതിന്റെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബാക്കിലും ഇതിന്റെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബട്ടൺ ഓപ്പൺ ആണ്. ഇങ്ങനത്തെ പ്രസ് ബട്ടൺ ആണ്. സിബിനെക്കാട്ടിൽ ആക്ച്വലി പ്രസ് ബട്ടൺ നല്ലതാണ്. കാരണം സിബ് വരുമ്പം സിബിന്റെ ഈ ഒരു പോർഷന്റെ ആ ഒരു സിബ് ലോക്കിന്റെ കൊണ്ട് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നാട്ടിലൊക്കെ കൂടുതൽ സിബ് യൂസ് ചെയ്യുന്നെങ്കിലും പുറത്തോട്ടൊക്കെ ഉള്ള ആളുകൾ കൂടുതലും ഇങ്ങനത്തെ പ്രസ് ബട്ടൺ അല്ലെങ്കിൽ നോർമൽ ബട്ടൺ ആണ് ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി നോർമൽ ബട്ടണെക്കാട്ടും കുട്ടികൾക്ക്
പ്രസ് ബട്ടൺ ആണ് നല്ലത്. കാരണം ഇത് നല്ലപോലെ മറ്റേ മെഷീനിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇളകാനും പാടാ. ബട്ടൺ ആകുമ്പോൾ അതിന്റെ ത്രെഡ് അഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചോക്കിങ്ങിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഡ്രസ്സ്. നല്ല ഭംഗിയാണ്. ഇപ്പൊ നമ്മൾ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ചേരുമെന്ന് വിചാരിക്കുന്നു. ഇട്ട് നോക്കണം ഇനി കുക്കിക്ക്. അതാണിത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്കോട്ട് സെറ്റ് ആണ്. സ്കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്കേർട്ടും ഉള്ളിൽ ഷോർട്സും കൂടെ വരുന്നതിനാണ് സ്കോട്ട് സെറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ടിലൊരു സ്കേർട്ടിന്റെ ലുക്കിലായിരിക്കും ഇരിക്കുന്നത്. ശരിക്കും ആദ്യം ഞാനിതൊരു സ്കേർട്ടാണെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഞാൻ ഇത് കണ്ടത്. ബാക്കിൽ ഇങ്ങനെ ഷോർട്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഇവിടെ കെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ ലുലുമാളുടെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു സെറ്റാണ് കേട്ടോ കൊടുത്തത്. അപ്പൊ ഇതും പോപ്പീസിന്റെ ആണ്. ഇത് ചെറിയ സ്ലീവും. അപ്പൊ എപ്പോഴും നമുക്ക് എയർ ഒക്കെ കയറുന്ന അങ്ങനത്തെ സോഫ്റ്റ് ഫാബ്രിക്കും പിന്നെ അങ്ങനത്തെ എയർ ഒക്കെ കയറുന്ന ടൈപ്പ് സ്ലീവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പം നല്ലതായിരിക്കും. പിന്നെ ചോക്കിംഗ് ഒന്നും വരാത്ത രീതിയിലും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നോക്കേണ്ടത്. അപ്പൊ ഇത് നല്ലൊരു സെറ്റാണ്. അപ്പൊ എല്ലാം ഞാൻ ഇവിടെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അടുത്തത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് അതും ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കുക്കിക്ക് വാക്സിനേഷൻ എടുക്കാൻ പോയപ്പോൾ ഇട്ടായിരുന്നു കേട്ടോ. കോട്ടൺ നല്ലതാണ്. പിന്നെ ലൈനിങ് കൂടി ഇല്ലെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലൈനിങ് പക്ഷെ അവർ ഈ പാറ്റേൺ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാനങ്ങ് പറയാ ഈ ചൂടത്ത് എന്താ കുറച്ചും കൂടെ ഈസി ബ്രീസി എയറി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇത് പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫ്രോക്കിന്റെ സ്ലീവ് എയറൊക്കെ കയറുന്ന കുഞ്ഞു ഫ്രില്ലൊക്കെ കൊടുത്ത് ഈ ഒരു ഫ്രില്ലും നല്ലതാണ്. ഇതിന്റെ കൂടെ ഒരു അറ്റാച്ച്ഡ് പാൻറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു കോട്ടന്റെ നല്ല കളറും ഒരു ബോയും ഇങ്ങനെ ലേസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇട്ട് നോക്കാൻ നോക്കിയപ്പം അത് പെട്ടെന്ന് ഇട്ട് നോക്കാൻ നോക്കിയത്. ആ സമയത്ത് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഒന്നുകൂടെ ആരുടെയെങ്കിലും പപ്പയും മമ്മിയും കൂടെ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടൊന്നും ഇടണം. കാരണം ഇതിന്റെ ഉണ്ടോ ഓപ്പണും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒത്തിരി ഉള്ളു. താഴെ വരെ കുറച്ച് ഓപ്പൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ഇടാനും എളുപ്പമില്ല. ഇല്ലെങ്കിൽ ഇവർ കരയും. അതാണ് ഒരു കുഴപ്പം. ഇല്ലെങ്കിൽ യോക്കിന് താഴോട്ട് എപ്പോഴും വരണം എന്നാണ്. കാരണം ഇത് കണ്ടോ, ഇതിപ്പം യോക്കിന്റെ താഴോട്ട് വന്നിട്ടുണ്ട്. സിബാണ്. അപ്പം നമുക്ക് ഇടാൻ എളുപ്പമാണ്. ഇത് ബട്ടനും പിന്നെ യോക്കിന്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് കയറുമ്പോൾ ഷോൾഡറിന്റെ ഒരു ചെസ്റ്റ് ഏരിയയ്ക്ക് താഴോട്ട് പോകാൻ പാടാണ്. അപ്പം അതാണിത്. പിന്നെ ഒരു സൈസും കുറവാന്ന് തോന്നുന്നു. ഇനി ഒന്ന് നോക്കണം. പക്ഷെ ഇതിന്റെ പാറ്റേൺ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടം. കളറും പാറ്റേണും പ്രിന്റും എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള. അതുപോലെ ഒരെണ്ണമാണ് ഇത്. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ടോപ്പ് സ്കേർട്ടും ആയിട്ട് തോന്നും. അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. ഇതും ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാണ്. ഇതിനും ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാൻറ്റീസിന്റെ സെറ്റ്. അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റും റെഡും പോൾക്ക ഡോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഉള്ളൊരു ഫ്രോക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഇതും ക്യൂട്ടാ, സോഫ്റ്റ് ആയിട്ടുള്ളതാ. പോപ്പീസിന്റെ തന്നെ ബ്രാൻഡാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഉള്ളൊരു പാറ്റേൺ. ഇതുപോലെ തന്നെ ഇതിന്റെ പോൾക്ക ഡോട്ട്സ് പോലെ തന്നെ ഇതിനും പോൾക്ക ഡോട്ട്സ് ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടായിരുന്നു. അപ്പൊ ഇതും ക്യൂട്ടായിരുന്നു. പിന്നെ ഇത് ഒരു പ്രത്യേക ഒരു സ്ലീവ് ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ഫുൾ സ്ലീവ് പോലത്തെ പാറ്റേൺ ആണ്. ഇലാസ്റ്റിക് പാറ്റേൺ. പിന്നെ ഇലാസ്റ്റിക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ടൈറ്റ് ഒന്നും ആവാൻ നോക്കണം. പിന്നെ ഇതിന് പിന്നെ കുഴപ്പമില്ല. കാരണം ഫ്രണ്ടില് ആയതുകൊണ്ട് താഴോട്ട് ഓപ്പൺ ഇല്ലെങ്കിലും ഇടാനൊക്കെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു. എളുപ്പത്തിൽ ഇടായിരുന്നു. ഇതാണ് നമ്മൾ ശരിക്കും കുക്കിക്ക് ഞാൻ മാക്സിന്ന് എടുത്ത ഡ്രസ്സാണ്. അപ്പം നമ്മൾ അവിടെ എല്ലാം സെർച്ച് ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇതൊരു ഷോർട്ട് സെറ്റാണ്. നമ്മൾ നേരത്തെ ഒരു സ്കോട്ട് സെറ്റ് കണ്ടു. ഇതൊരു ഷോർട്ട് സെറ്റാണ്. സെയിം
പ്രിന്റും പാറ്റേണിലും എടുത്തൊരെണ്ണമാണ്. ഇവിടെ ഇങ്ങനെ കെട്ട് പോലത്തെ കെട്ടാൻ പാകത്തിനുണ്ട്. അപ്പൊ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള പോക്കറ്റൊക്കെ ഉള്ള ഇലാസ്റ്റിക് ഉള്ള. അതുപോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിക് എടുക്കുമ്പോഴും കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് ലൂസായിട്ടുള്ളത് എടുക്കണം. ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ അവർക്ക് ഒത്തിരി നേരം ഇട്ടോണ്ടൊക്കെ ഇരിക്കാൻ പാടായിരിക്കും. അപ്പൊ ഇതും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാണ്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു ക്യൂട്ട് ഒരു ലെഹങ്കയാണ്. ഇത് ഇട്ടുകൊണ്ട് ഞാൻ ഇതിന്റെ മുന്നിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതെന്ന് പറയുന്ന ഒരു കുഞ്ഞു ഷോളുണ്ട്, ബോർഡറൊക്കെ വെച്ച്. അതുപോലെ തന്നെ സ്കേർട്ടാണ് ഇതിന്റെ ബോർഡറൊക്കെ വെച്ച്. ഇതിനകത്ത് ഇതുപോലത്തെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു നല്ലൊരു എന്താ പറയുന്ന ഒരു ഹോട്ട് പിങ്ക് ഷെയ്ഡിലെ ഒരു ലെഹങ്കയാണ്. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാണ്. ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞു പിള്ളേർക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ മുത്തും കല്ലും ഒന്നും വരാതെ നോക്കണം. കാരണം ഇവര് നമ്മൾ ഒന്ന് കാണാത്തപ്പോഴായിരിക്കും ഇതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇത് ഇളകാൻ പറ്റുന്ന സാധനങ്ങളാണ്, ഇളക്കാൻ പറ്റും നമുക്ക്. കാരണം ഇതൊക്കെ നോക്കിയാലും ഇത് കണ്ടോ, പുറത്തോട്ടൊക്കെ ഇരിക്കുക. അപ്പം ഇപ്പൊ ഇവർക്കാണെങ്കിൽ എല്ലാം അങ്ങ് ഇളക്കണം അല്ലെങ്കിൽ പറിക്കണം എന്നുള്ളൊരു ഏജിലും കൂടാണ് അവര്. അപ്പൊ എന്നിട്ട് എല്ലായിടത്തും വായിക്കകത്ത് വിടുന്നൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം. മോക്ക് 1 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചോക്കിങ് വരാത്ത ടൈപ്പ് ഓഫ് ഡിസൈൻസും പാറ്റേൺസും ഒക്കെ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. പക്ഷെ ഇത് കുക്കിക്ക് ഇട്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കര ക്യൂട്ടായിരുന്നു, നല്ല കളറും നല്ല പാറ്റേണും ആയിരുന്നു. അതാണ് ഇത്. പിന്നെ ഒരെണ്ണം ഇതാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സ്ലീവ്ലെസ് ആയിട്ട് നൂഡിൽ സ്ട്രാപ്പ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക്. ഈ ഫ്രോക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എംബ്രോയിഡറി ആണെങ്കിൽ വാവയ്ക്ക് നല്ലതായിരിക്കും. അതായത് നമുക്ക് ചോക്കിംഗ് ഒന്നും ഇല്ലാതെ, ഈ ബീഡ്സ് ഒന്നും ഇല്ലാത്ത വേണം നമുക്ക് കുട്ടികൾക്ക് ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നെറ്റായിട്ട് വന്നിട്ട്, ഇതൊരു നെറ്റായിട്ടാണ്, ഞാനിപ്പോൾ ഇത് സോഫയിൽ ഇങ്ങനെ ഇട്ടേക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ നൂഡിൽ സ്ട്രാപ്പും പിന്നെ പുറത്തൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ജാക്കറ്റ് പോലത്തെ ഒരു പാറ്റേണും കൂടെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാല് ഇത് കുറച്ച് ചൂടുള്ളൊരു നൈലോൺ ടൈപ്പ് ഫാബ്രിക് ആണ്. അപ്പം ഇപ്പം നമ്മൾ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോയപ്പോഴാണെങ്കിലും ഇവക്ക് വിയർക്കുന്നത് കാരണം, കുട്ടികൾക്ക് ഓൾറെഡി ഉണ്ട്, അപ്പം ഭയങ്കര ഈസി ബ്രീസി ആയിട്ടുള്ള എന്താ ഫാബ്രിക് വേണം ചൂസ് ചെയ്യാനെന്നും കൂടെ പറഞ്ഞു. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഒരു സെറ്റ് ഓർഡർ ചെയ്ത് നെറ്റിൽ നിന്ന്, ഓൺലൈനിൽ നിന്ന്. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, ശരിക്കും നല്ല പ്രിന്റ് ഒക്കെ ഉള്ള ഒരു സെറ്റാണ്. പക്ഷെ വന്നപ്പോ ഇങ്ങനത്തെ ഒരു നൈലോൺ പോലത്തെ മെറ്റീരിയലാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല, അതാണ്. അല്ലെങ്കിൽ അത്രയും നമ്മൾ റിസർച്ച് ചെയ്തിട്ട് റിവ്യൂ വായിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ ഇത് കാണുമ്പം നല്ല രസമാണ്, ഇടുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇത് ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ്. അതുപോലെ തന്നെ ഇത് ആക്ച്വലി കുറച്ച് വലുതാണ്. ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇത് കുറച്ച് വലുതാണ്. ഇത് ക്രിസ്മസിന് സാന്റാക്ലോസിന്റെ സമയത്ത് യൂസ് ചെയ്യാൻ പാകത്തിന് ബെൽസും ഒക്കെ ആയിട്ട് റെഡ് ആൻഡ് വൈറ്റ് പാറ്റേൺ ആയിട്ട് കേട്ടോ. അപ്പൊ ഞാനിത് ഡിജോ എടുത്ത് പറഞ്ഞു, കണ്ടോ ബെൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ പറഞ്ഞു പിന്നെ നീ മാത്രമേ ഇത് കാണത്തുള്ളൂ, അവരല്ലാതെ തന്നെ എടുത്തായിരിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ അങ്ങനെയല്ല, ക്രിസ്മസിന്റെ സമയത്താണല്ലോ, ചിലപ്പോ അങ്ങനെ ആ ഒരു തീം യൂസ് ചെയ്തിട്ടായിരിക്കാം. ഇത് നല്ല രസമാണ്. ഇതിനകത്ത് ചോക്കിങ്ങിന്റെ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. പിന്നെന്താ, ഇത് പക്ഷേ കുറച്ച് വലുതാണ്, ഇട്ട് നോക്കണം എന്ന് എനിക്കുണ്ട്. അതാണിത്. പിന്നെ ഈ ഒരു ഹോൾട്ട നെക്കിന്റെ ഇവിടെ കെട്ട് വരുന്ന ഒരു ഫ്രോക്കിൽ, ഇത് ആക്ച്വലി നല്ല രസമുണ്ട് പാറ്റേൺ. അപ്പം ഇതിനകത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ സ്ലീവ്ലെസ് ആയതുകൊണ്ട് എയറൊക്കെ കയറാനൊക്കെ നല്ലതായിരിക്കും. പക്ഷെ ഈ സ്റ്റോൺസ് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് എടുത്ത് വായിലിടാൻ നോക്കണം. അപ്പം കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്റ്റോൺസ് നമ്മൾ പേഴ്സണലായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കി ചെയ്യണം. അതാണിത്. പക്ഷെ ഇത് നമ്മളൊന്ന് ഇട്ട് നോക്കി കേട്ടോ. ഇട്ട സമയത്ത് കുറച്ച് കരച്ചിലായിരുന്നെങ്കിലും നല്ല രസമായിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ എൻ്റെ വീഡിയോ കൊടുക്കാം. ഇട്ടപ്പം നല്ല രസമായിരുന്നു കേട്ടോ. അതാണ് ഇത്.
നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാനിതിങ്ങനെ ഡിജോ അടുത്ത് പറഞ്ഞോണ്ടിരുന്നു, കണ്ടോ ഈ കല്ലാണെങ്കിൽ വായലിടാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ അപ്പൊ ഡിജോ പറഞ്ഞു, നീ എന്റെ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു കൊടുക്ക ആൾക്കാർക്ക് ഏതൊക്കെ ടിപ്സാ നോക്കി വെക്കണ്ടേന്ന് ബേബി ഷോപ്പിങ്ങിനൊക്കെ വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ ഈ വീഡിയോക്കകത്ത് അതങ്ങ് പറയാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കാണുമ്പോൾ നല്ല ക്യൂട്ടാട്ടോ. അതുപോലെ തന്നെയാണ് ഇതാ ഇതും ക്യൂട്ടായിട്ടുള്ള കളർ കോമ്പിനേഷൻ, പിങ്ക് ആൻഡ് ഗ്രേ, ഒരു ഫ്ലവർ ജാക്കറ്റ് പാറ്റേൺ ഉണ്ട്, പഫ് സ്ലീവ്, ക്യൂട്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും പറഞ്ഞതിൻ്റെ കൂട്ട് ഒത്തിരി വലുതാണ്, ഭയങ്കര വലുതാണ്, അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞുണ്ടോ, കുഞ്ഞു കല്ലുകള്, ഇങ്ങനത്തെ സ്റ്റോൺസ് അതൊക്കെ ഉണ്ട്. ഡിജോൻ പറഞ്ഞു, നീ അതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് നെയ്ത്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അതെ അതാണ്, നമുക്കിനി കളയേണ്ട വരും, കാരണം ഇതൊക്കെ അവർ വായിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഇതൊരു ഷോർട്ട് സെറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷോർട്ട്സും പിന്നെ നല്ലൊരു സ്ട്രാപ്പ് ടോപ്പായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ്. പക്ഷെ ഇതിന്റെ ഈ പറഞ്ഞതിന്റെ കൂട്ട് കണ്ടോ, കുറെ കല്ലുകളൊക്കെ ഉണ്ട്. അതാണ് ഇവര് വായിക്കാത്തിടുമെന്ന് നമ്മൾ പേടിയാ. സത്യം പറഞ്ഞാൽ ഞാനും പറയുന്നുണ്ട് ചോദിച്ചത്. ഇപ്പൊ ഞാനാണെങ്കിലും ഈ കമ്മലൊക്കെ, എനിക്ക് ഒത്തിരി കമ്മലുണ്ടായിരുന്നു, ഒക്കെ മാറ്റി വെച്ചതെന്ന് വെച്ചാൽ ഈ പറയുന്നതിന്റെ കൂട്ട് കല്ലൊന്നും ഇളകിപ്പോവാതെ. ഇപ്പൊ ഗോൾഡിന്റെ ആണ്, അത് ഇളകി പോത്തില്ലെങ്കിൽ പോലും എനിക്കൊരു ടെൻഷനായിട്ടാണ് ഞാൻ കമ്മൽ പോലും അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഈ മേലോട്ടുള്ള സ്റ്റഡ്സ് ഒക്കെ ഞാൻ മാറ്റി ആക്ച്വലി. പക്ഷെ ഇപ്പം ഇതൊക്കെ മാറ്റിയിട്ടിട്ടോളാൻ പറഞ്ഞു. പക്ഷെ ഇത് ലെയേഴ്സ് ആയിട്ട് കാണാൻ നല്ല ക്യൂട്ടാണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇതും നല്ല ക്യൂട്ടാണ്. പിന്നെ ഈ ഒരു സംഭവം കുറച്ച് ഹാർഡാണ്, കണ്ടോ. ഈ ഒരു കാർഡ്ബോർഡ് ടൈപ്പ് ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. കാർഡ്ബോർഡ് അല്ല, എന്തോ അതിന്റെ പേരെന്ന് എനിക്കറിയത്തില്ല, മെറ്റീരിയൽ. പക്ഷെ ഇതൊക്കെ അവർ ഇപ്പം ഇട്ടിട്ട് ചിലപ്പോൾ കുത്താൻ ചാൻസ് ഉണ്ട്, ഇപ്പം എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ. അപ്പം അതാണ്, അതുകൊണ്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് നോക്കണം. പിന്നെ ഇതും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കുറച്ച് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, അപ്പൊ ചൂടെടുക്കാനുള്ള ചാൻസ് ഉണ്ട്, അതാണ് ഒരു ഇത്. പക്ഷെ അതിന്റെ പാറ്റേണും കാര്യങ്ങളെല്ലാം നല്ലതാണ്. ഇതും കാണുമ്പോൾ നല്ല ബർത്ത്ഡേക്കൊക്കെ ഇടുന്ന പോലത്തെ ഫംഗ്ഷൻ വെയർ പോലത്തെ ഒരു ഫ്രോക്കാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോക്കാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഇങ്ങനത്തെ കുറേ കല്ലുകളുണ്ട്, കണ്ടോ. ഇത് ശരിക്കും നമുക്ക് ഈ കമ്മലിനൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് നമുക്ക് എടുത്ത് ഇവർക്കാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഇപ്പൊ കുക്കി, ഇപ്പൊ ഇതെടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴായിരിക്കും എടുത്ത് വായിലിടുന്ന, ചോക്കിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം നോക്കണം. അപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് ഇട്ടോന്ന് പറഞ്ഞു. അപ്പൊ അതിനെ അത് നോക്കണം. അങ്ങനെ. പക്ഷെ ഇതിന്റെ പാറ്റേൺ ഒക്കെ നല്ല രസമുണ്ട്, നല്ലൊരു ക്യൂട്ട് ഡാർക്ക് പേർപ്പിൾ ആട്ടോ ആ കളർ കിട്ടുന്നോന്ന് എനിക്ക് അറിയത്തില്ല ഇതിനകത്ത്. പക്ഷേ ഇതിന്റെ താഴെ വരുന്ന ആ ഒരു ഫ്രില്ലൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അതുപോലെ തന്നെ അന്ന് കൊണ്ടുവന്ന 3 ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ്. പറയുന്നതിൻ്റെ കൂട്ട് ഹെയർ ബാൻഡിലാണെങ്കിലും ഈ ഗ്ലിറ്റേഴ്സും ഈ മുത്തും എന്താണ് ഫ്ലവേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഗ്ലിറ്റേഴ്സും ഈ മുത്തുകളൊന്നും വായിപ്പോകാതെ നമ്മൾ കുട്ടികൾക്ക് നോക്കണം. ഈ എന്താ ഇതും കൊണ്ടുവന്നതാണ്. ഇത് ക്യൂട്ടായിട്ടുള്ളതാണ്. പക്ഷെ ഇത് അവളുടെ കൊടുത്ത അവൾ ഒറ്റപ്പറിക്കിതാ ഈ സാധനങ്ങളൊക്കെ തന്നെ പറിക്കും. ഈ മുത്തുകളൊക്കെ കണ്ടോ, സീക്വൻസും ഇതൊക്കെ ഇളകിപ്പോവാൻ ചാൻസ് ഉള്ളു. നമ്മള് ഇളകാത്ത സാധനങ്ങളാണ് മാക്സിമം വാങ്ങിക്കാനായിട്ട് കുട്ടികൾക്ക്. ഇപ്പൊ ഈ സ്റ്റോണൊക്കെ ആണെങ്കിലും ഇങ്ങനെ പറിച്ച, ഇതൊരു ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു കെയറിന്റെ അണ്ടറിൽ നമ്മൾ പെട്ടെന്ന് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എടുക്കാനാണെങ്കിൽ നല്ലതായിരിക്കും, ക്യൂട്ടായിരിക്കും. ഇതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതെല്ലാം ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിരത്തി വെച്ചാണ്, കണ്ടോ. ഇതെല്ലാം ഞാൻ നിരത്തിയിട്ടാണ് ഓൾറെഡി സെറ്റ് ചെയ്തു. അതാകുമ്പോൾ ഓരോ വട്ടം തുറക്കണ്ടല്ലോ. അതാണിത്. പിന്നെ അതുപോലെ തന്നെ അവർ കൊണ്ടുവന്നതാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള വാക്കർ. ആദ്യത്തെ സമയത്ത് കരച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇതാ ഇവളിവിടെ കിടന്ന് ഇതിനകത്ത് 2 കണ്ണുണ്ടായിരുന്നു, ഇതൊക്കെ പറിച്ചെടുത്ത കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കും.
പിന്നെ നമുക്ക് ഇങ്ങനെ ഇവിടെ പിടിക്കാനുള്ള ഒരു ഹാൻഡിലും കൂടെ ഉണ്ട്. അപ്പൊ അത് ആദ്യത്തെ സമയത്ത് ഇതിനകത്ത് ഇരുത്തിയപ്പോ കരുതില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക അവർക്ക് ഇതിനകത്ത് കയറണമെന്ന്. ചൂണ്ടിക്കാണിച്ചിട്ട് അതിനകത്ത് ഇരുത്തുമ്പോഴത്തേക്ക് പുറകോട്ടാണ് കേട്ടോ പോകുന്നത്. പുറകോട്ട് പോയി അവിടെ എല്ലാം സ്പീഡിൽ പോയി പിന്നെ നമ്മൾ അതിന്റെ പുറകെ ഓടണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ കുറെ ടോയ്സും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇതിനകത്തുനിന്ന് ഇനിയിപ്പൊ ഞാൻ ഇതിനകത്തുനിന്നെല്ലാം തപ്പിയെടുക്കേണ്ട വരും. ഇത് കണ്ടോ, ഇങ്ങനെ ഈ സ്ക്വയറൊക്കെ പാറ്റേണിൽ വരുന്ന ഹൗസസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പാകത്തിനുള്ള പസിൽസ് പോലത്തെ ടോയ്സ് ആണേ. ഇത് ശരിക്കും ദുബായിൽ പണ്ട് പപ്പ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് അതൊക്കെ ഓർമ്മ വന്നു ഇത് കണ്ടപ്പം. ഇങ്ങനെ നമ്മൾ ബോക്സസും ഒക്കെ ഉണ്ടാക്കി ഹൗസസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഫെൻസസ് ഒക്കെ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന പസിൽസാണ്. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഇതാണ് ഒരെണ്ണം. വേറെ എണ്ണം എന്താണെന്നറിയാമോ? ഇതൊക്കെ ഇനി ഇതിനകത്തൊന്ന് കുക്കി കളിച്ചിട്ട് ഇവിടെ കിടക്കുവാണ്. ഇതെല്ലാം ഇനി തപ്പിയെടുത്താലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത സെറ്റാണ് ഇങ്ങനെ നിങ്ങൾക്കറിയായിരിക്കും, ഇങ്ങനെ നമുക്ക് ഇടാൻ പാകത്തിന് അവരൊരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ സർക്കിളും ഡയമണ്ട്സും ട്രയാങ്കിൾസും ഒക്കെ വെക്കാനുള്ള ഷേപ്സ് ആണിത്. അതുപോലെ തന്നെ കുഞ്ഞു ഇങ്ങനത്തെ പസിൽസും കാറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പസിൽസ്. പിന്നെന്താ നാലാമത്തേതാ, ഇങ്ങനത്തെ ABCD ബോർഡാണ്. കഴിഞ്ഞ ദിവസം തിന്നപ്പോൾ നമ്മൾ കൊടുത്തപ്പോഴത്തേക്ക് അവൾ തുറന്നെടുത്ത് വായിക്കാത്തിട്ട് നമ്മൾ പേടിച്ചു ഇനി ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഇളകുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇളകാൻ ചാൻസ് ഒന്നുമില്ല. നമുക്ക് ബേബീസിന് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് സൂക്ഷിച്ച് കൊടുത്താൽ മതി. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇതൊക്കെ നമ്മൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ച ടോയ്സ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡിൽ വെക്കാൻ പറഞ്ഞ ഇത് ശരിക്കും പറഞ്ഞാൽ ഡിജു ആദ്യത്തെ സമയത്ത്, എനിക്കൊന്ന് കുക്കിക്ക് 6 months ആയ സമയത്ത് നെറ്റിൽ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചൊരിതാണ്. അതാണ് ഇപ്പം തന്നത്. അപ്പം അത് നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതും ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച ഒരു സെറ്റായിരുന്നു. അപ്പം എല്ലാവർക്കും താങ്ക്സ്, നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്തതിനും എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഡിജോ വന്നിട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം അവർ ഓൾറെഡി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിങ്ങി വന്നു. അങ്ങനെ ചെറുതായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.